ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഓക്കെ, നോക്കാം ഇന്നത്തെ ജനറൽ ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഫസ്റ്റ് വേർഡ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. ഇത് നിങ്ങളുടെ മുൻപ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ടത്, ഇത്രയും ദിവസം എന്തായാലും നിങ്ങൾ പാസ്റ്റിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ആ പാസ്റ്റിൽ നിന്നൊക്കെ നിങ്ങൾ വിടുതൽ നേടി പുതിയ, നിങ്ങൾക്ക് ചുറ്റും തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ എല്ലാ എല്ലാ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഈ ഘട്ടം കടന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക, അതിലേക്ക് മുന്നോട്ട് പോകുക. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് വരാനുള്ളതെല്ലാം നിങ്ങളുടെ ചുറ്റും വന്ന് നിരന്ന് നിൽപ്പുണ്ട്. നിങ്ങളത് വൈസ്ലി ചൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും. അതാണ് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഈ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറയുന്നത്. അത് പഴയത്, മുമ്പ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ച് കടുത്ത ഡിപ്രഷനിലിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട്, നിങ്ങൾ ഏത് ട്രോമയിലാണോ നിന്നത് അതിൽ നിന്ന് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി സെൽഫ് ഹീൽ ചെയ്തു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളെ ഓർത്ത് ഇരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ റീൽസോ ഷോർട്സോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ചില മെമ്മറീസ്, പഴയ മെമ്മറീസിനെ ഓർത്ത് കിടന്ന് കരഞ്ഞതോ, രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നതോ, സ്വപ്നം കണ്ടതോ, അങ്ങനെ എന്തെങ്കിലും ആകാം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാനേ സാധ്യതയുള്ളൂ. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനൊരു ഫീൽ വരേണ്ട ആവശ്യമില്ല. ഒരു മൂഡ് സ്വിങ്സ് പോലെ തോന്നാൻ, ഭയങ്കര വിഷമം തോന്നാനൊക്കെ സാധ്യതയുണ്ട്. മനസ്സിന് വെറുതെ ഒരു ഇത്രയും നാളില്ലാത്ത രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റി, ഒരു നെഗറ്റീവ് ഫീലിംഗ് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ഒന്നും വിഷമിക്കേണ്ട. അത് അതിൽ നിന്ന് നിങ്ങൾ ആ ട്രോമയിൽ നിന്ന് അവിടെ നിന്ന് ഹീലാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫീലിംഗ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിനെ തൽക്കാലത്തേക്ക് നല്ലൊരു മെഡിറ്റേഷൻ ചെയ്ത്, നല്ലൊരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് അതിനെ നള്ളിഫൈ ചെയ്ത് വിടുക, ക്യാൻസൽ ചെയ്ത് വിടുക. എന്നിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, നിങ്ങൾ ഇത്രയും ദിവസം അതിൽ നിന്ന് മാറി നിന്നില്ലേ, അപ്പോൾ അതിനേക്കാൾ മികച്ച ദിവസമാക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ നെഗറ്റീവ് ഇമോഷൻസ് വന്നാൽ അതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് വിട്ടേക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് ഫ്ലോ ആണ്. അപ്പോൾ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു, റീയൂണിയൻ വരാൻ പോകുന്നു. ഇത് ഫ്ലോ എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റീയൂണിയൻ വരാൻ പോകുന്നു, പുതിയൊരു സ്നേഹം വരാൻ പോകുന്നു, നിങ്ങളിലേക്ക് പുതിയ സ്നേഹങ്ങൾ ഒഴുകിയെത്തുന്നു, നിങ്ങളിൽ നിന്ന് സ്നേഹം പുറത്തേക്ക് വമിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എന്തിനേയും സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഓപ്പൺ അപ്പ് ആക്കി വെക്കുക. ഗോയിങ് വിത്ത് ദ ഫ്ലോ, ആ ഒരു എനർജിയിലിരിക്കുക. നിങ്ങളിലേക്ക് പുതിയ സ്നേഹം വന്ന് നിറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വന്ന് സംഭവിച്ചോളും. അതിനുള്ള സമയമാണെന്നാണ് കാണുന്നത്. ഒരു പുതിയ ലവ് ഒക്കെ ഇന്ന ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയും തോന്നുന്നതാകാം, നിങ്ങളോട് ആർക്കെങ്കിലും തോന്നുന്നതാകാം, പഴയ ആളുകൾ തിരിച്ചു വരുന്നതാകാം. റീയൂണിയൻ്റെ കാർഡാണ് ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതാണ് ഫ്ലോ. നെക്സ്റ്റ് കാർഡ് റീബർത്താണ്. അപ്പോൾ ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ഇല്ലേ, അതുപോലാണിത്. എന്താണെന്ന് വെച്ചാൽ, ഇത് ചിലപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതാകാം, വിശ്വാസവഞ്ചന കാണിച്ചതാകാം, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ നൈരാശ്യം വന്ന സാഹചര്യമാകാം. അതിനെക്കുറിച്ചൊക്കെ ഇന്നേ ദിവസം ഓർക്കുന്നുണ്ടായിരിക്കും. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു, ഒരു കാർമിക് ആയിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. അത് എൻഡായിപ്പോയി. അത് നിങ്ങളിൽ എൻഡായിപ്പോയി, ഓൾറെഡി അത് എൻഡായിപ്പോയി. കുറേ ആളുകൾക്ക് അത് എൻഡായി പോയതാണ്. അതിൻ്റെ ഒരു ഹാങ് ഓവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം വീണ്ടും ഉണ്ടാവുന്നതായിരിക്കാം. ഇനി ഇത് കുറച്ച് പേർക്ക് ഇന്നേ ദിവസം കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്താണ് ബാക്ക് സ്റ്റാബിങ് കിട്ടുക, പുറകിൽ നിന്ന് കുത്തുക, വിശ്വാസവഞ്ചന കാണിക്കുക, പ്രണയ നൈരാശ്യം ഉണ്ടാവുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഈ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയും പെയിനിലിരിക്കുന്ന ഒരു ആരുടെയൊക്കെ എനർജിയാണ് ഇതിൽ വരുന്നത്. അതാണ് ഈ റീബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും അവസാനമല്ല, മറ്റെന്തോ ഒരു നല്ല കാര്യത്തിൻ്റെ തുടക്കമാണ് അതെന്ന് നിങ്ങൾ വിചാരിക്കുക. എത്ര കൂടുതൽ നിങ്ങൾ വേദനിക്കുന്നോ അത്ര കൂടുതൽ നിങ്ങൾ ജീവിതത്തിൽ ഉയരാനാണ് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ മുമ്പ് എപ്പോഴോ ചെയ്തൊരു തെറ്റിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ച് തീർത്തിരിക്കുന്നു. ഇനി നിങ്ങൾ അനുഭവിച്ച് തീർത്തു, അതിനുള്ളൊരു റിവാർഡ് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചത് റീബർത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞു പോയതാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ റെക്കഗ്നൈസ് ചെയ്യുക. ആ റെക്കഗ്നേഷൻ കൊടുത്തുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് അന്ന ദിവസം ശ്രമിക്കേണ്ടത്. ഓക്കെ, വളരെ പെയിൻഫുൾ ആയിരിക്കും ഈ ഒരു ഹാർഡ്ഷിപ്പ് കടന്നു പോകാനായിട്ട്. ഈ ദിവസങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, എങ്കിലും കടന്നു പോയേ പറ്റുള്ളൂ. കാരണം ഇത് നമ്മൾ ഈ സാഹചര്യത്തെ കടന്നു പോകാൻ സാധ്യത ഇല്ലാത്തവരായിരുന്നെങ്കിൽ നമ്മൾ മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. നമ്മളങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറേ മുന്നോട്ട് വന്നില്ലേ. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾക്കിനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നിങ്ങളിനി ഹീലിങ്ങിൻ്റെ സമയവും പുതിയൊരു റീബർത്തിൻ്റെ സമയമാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു റീബർത്താണ് കേട്ടോ, റീബർത്ത്. അപ്പോൾ നിങ്ങൾ മുമ്പുണ്ടായിട്ടുള്ള ആ 10 വാളുകൾ കുത്തിയിറക്കിയ വേദനയൊക്കെ നിങ്ങൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നു എന്ന് നിങ്ങൾ സ്വയം ആശ്വസിക്കുക, സ്വയം സമാധാനിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജീസ് എല്ലാം ഇന്നലെ രാത്രി ഉറക്കത്തിൽ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ റീൽസോ ഷോർട്സോ ഒക്കെ കണ്ടിട്ട് അത് ഓർത്ത് പഴയ കാര്യങ്ങൾ ഓർത്ത് വേദനിച്ച് കിടന്നതിൻ്റെ ഹാങ് ഓവറായിട്ട് വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം വീണ്ടും ഈ പറഞ്ഞ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം എന്താണോ ആ വിഷമം ഇന്ന് രാവിലെ തന്നെ നിങ്ങളിലേക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രികളിൽ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ ഫോൺ മാറ്റി വെക്കുക. റീൽസ് ഷോർട്സ് ഒന്നും പിന്നെ കാണാതിരിക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ ആലോചിച്ചിട്ട്, സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒരു 2-3 നല്ല ഡീപ്പ് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഒന്ന് കാമായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ബോഡി ഒന്ന് വാമപ്പ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഫോൺ ലാസ്റ്റ് കണ്ണടയുന്നത് വരെയും മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ വെട്ടും കുത്തും കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാഡായിട്ടുള്ള മെലോഡീസ് ഉള്ള പാട്ടും കേട്ട് സാഡായിട്ടുള്ള കോഡ്സൊക്കെ കണ്ട് ഷോർട്സും റീൽസൊക്കെ കണ്ട് വിഷമിച്ച് കിടന്നിട്ട് അത് ഓർത്തിരുന്ന് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൂഡ് സ്വിങ്സിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രാത്രി ഉറങ്ങാതിരിക്കുന്നതിൻ്റെ കാർഡാണ് ഈ പറഞ്ഞ സോറോയുടെ കാർഡ്. ഓക്കെ, നെക്സ്റ്റ് മൊറാലിറ്റി മീൻസ് ഇത് നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതാണ്. ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് ഒരു ആശയം എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇന്നേ ദിവസം മറ്റാരെയെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യുക മീൻസ് നിങ്ങൾ അവരോട് ചോദിക്കുക, കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, കാർക്കശ്യത്തോടുകൂടി പെരുമാറുക, അതൊക്കെയാണ്. അതായത് ഇന്ന് നിങ്ങൾ വളരെ വളരെ ദേഷ്യപ്പെട്ട് മീൻസ് നിങ്ങൾക്ക് മനസ്സിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ നിങ്ങൾ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്ന് മൊത്തത്തിലൊരു ദേഷ്യം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഈ കാർക്കശ്യത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോടായാലും വീട്ടിലുള്ളവരോടായാലും എല്ലാം കുറച്ച് കാർക്കശ്യത്തിലായിരിക്കും ഇന്ന്. വെറുതെ നിങ്ങൾക്ക് അറിയത്തില്ല എന്തിനാണെന്ന്, പക്ഷെ വെറുതെ നിങ്ങൾക്ക് ദേഷ്യം വരിക, ഒരു കൈ കൊണ്ട് തല്ലുക മറ്റേ കൈ കൊണ്ട് തല്ലുക എന്ന് പറയുന്നതാണ്. വെട്ടൊന്നും മുറികണ്ട് അതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ആലോചിച്ചിട്ടൊക്കെ സംസാരിക്കുക. കാരണം സംസാരിച്ച് പോയതിന് ശേഷം പിന്നെ അത് പറഞ്ഞാൽ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് മൊറാലിറ്റിയുടെ കാർഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാർക്കശ്യം അല്ലെങ്കിൽ അധികാരം പ്രകടിപ്പിക്കുക, ആ ഒരു എനർജി ഇന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് ഇത് ഇന്നൊരു സെലിബ്രേഷനിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവാം, ഫ്രണ്ട്സിനോടൊപ്പം ചില്ല് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ കണ്ടിട്ട് നിങ്ങൾ അവരോടൊപ്പം ചില്ല് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെയോ ഒക്കെ ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് നിങ്ങൾ വരുന്നത്. ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതാവാം, ഒരു ടൂറൊക്കെ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, ആ യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം, അതാണ് സെലിബ്രേഷൻ്റെ കാർഡ്. 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണിത്.
സെലിബ്രേഷൻ്റെ കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, പോകുന്ന യാത്രകളൊക്കെ ആസ്വാദികരമാക്കുക. ഓർമ്മകൾ എപ്പോഴും യാത്രകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള യാത്രകൾ ചെയ്യുക. അപ്പോൾ ഇന്നൊരു യാത്ര ഉള്ളതായിട്ടും സെലിബ്രേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതാണ് 3 of Cups. അത് കൂടുതലും ഫ്രണ്ട്സിനോടൊപ്പമാണ് കേട്ടോ. ഫ്രണ്ട്സിനൊപ്പം ട്രിപ്പ് പോകുന്നതാകാനാണ് സാധ്യത. നെക്സ്റ്റ്, പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നൊസ്റ്റാൾജിക് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇന്ന് കൂടുതലും കപ്പ് എനർജീസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ കപ്പും സോഡുമാണ് വന്നേക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഴയ ആളുകളെ കാണുക, പഴയ കൂട്ടുകാരെ, പഴയ കൂടെ ജോലി ചെയ്തവർ, അവരെയൊക്കെ കാണുകയോ അവരെക്കുറിച്ച് വാർത്തകൾ കേൾക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞല്ലോ രാവിലെ തന്നെ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക, പഴയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ സ്വയം ആലോചിച്ച് പഴയ സന്തോഷങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ, ഗിഫ്റ്റുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പാരമ്പര്യ സ്വത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കേൾക്കുന്നതാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന ദിവസം കേൾക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട് വാങ്ങുക, വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീട് വാങ്ങിക്കാനോ വയ്ക്കാനോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാം. പിന്നെ നിങ്ങളുടെ സഹോദരന്മാരാരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതാകാം. പിന്നെ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവുന്നതാകാം, ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതാകാം. അതാണ് ഡ്രീമിൻ്റെ കാർഡ് പറയുന്നത്. അപ്പം നിങ്ങൾ ഡേ ഡ്രീമിങ് ചെയ്യുന്ന, പകലും ഡേ ഡ്രീമിങ്ങും നൈറ്റ് ഡ്രീമിങ്ങും എല്ലാം ഉണ്ട്. രാത്രിയിലെ ഡ്രീമിങ്ങും ഉണ്ട്, ഡേ ഡ്രീമിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. നൊസ്റ്റാൾജിക് ആയിരിക്കും ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ വിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് എന്താണ് പറയുന്നത്, തീരുമാനമില്ലായ്മകൾ ഉണ്ടാവുന്നത് നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പുതിയൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുക, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുക. ഇതുവരെ കണ്ടതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിഷമത്തെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ മാറ്റണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന ദിവസം. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കിനി വേദനിക്കാൻ വയ്യ, ഇതെന്തിനാണ് ഞാൻ ഈ ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ള കുറേ അധികം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതേമേ എനിക്കിത് വയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതാകാം. നിങ്ങൾക്ക് എനിക്കിനി ഇതിനെ താങ്ങാൻ വയ്യ, അല്ലെങ്കിൽ എനിക്കിനി ഇതെടുത്ത് ചുമലി വെക്കാൻ വയ്യ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത് ആകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ന്യൂ വിഷൻ്റെ കാര്യം പറയുന്നത്. സറണ്ടർ ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ വളരെ സ്നേഹമാണെങ്കിലും പുറമേ കാണിക്കുന്നത് മറ്റെന്തോ ആയിരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചില ആളുകൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തുല്യമായ പ്രതിഫലം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തുല്യ റെക്കഗ്നിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അത് കൃത്യമായ അളവിൽ അതിൻ്റെ എഫേർട്ടിനുള്ള റിവാർഡ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടുന്നതാണ്. അതുപോലെ റീയൂണിയൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അത് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് റീയൂണിയൻ നടക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരും. ഒരു സോൾമേറ്റിനെ നിങ്ങളിന്ന് കണ്ടെത്തും. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾ തന്നെ ആയിരിക്കും. പക്ഷേ അവരുമായിട്ട് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം എന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ റീയൂണിയൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഈ ഡ്രീമിനകത്തും ഫ്ലോയിലും ഈ ഫ്രണ്ട്ലിനെസ്സിലും ഒക്കെ പറയുന്നത് റീയൂണിയൻ്റെ കാര്യമാണ്. ഇതൊക്കെ റീയൂണിയൻ്റെ കാർഡുകളാണ്. നിങ്ങളിൽ നിന്ന് പിണങ്ങി പോയിട്ടുള്ള, വഴക്കിട്ട് പോയിട്ടുള്ള, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് വന്നിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് ഇന്ന ദിവസം തിരിച്ചു വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് കോംപ്രമൈസാണ്. വീണ്ടും അത് റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കോംപ്രമൈസ് പറഞ്ഞാൽ ഇത് 6 of Wands എനർജിയാണ്. അപ്പോൾ ഇത് വീണ്ടും റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്നാണ്. നിങ്ങൾക്ക് ഒരു പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടുന്നു എന്നാണ്. സക്സസ് ഉണ്ടാകുന്നു, വിക്ടറി ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നു എന്നാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നു, നിങ്ങളത് മറ്റുള്ളവർക്ക് മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളെ ലോകം അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ്.
അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വാദികോശങ്ങളോടെ ഇങ്ങനെ അനുമോദിച്ച് കൊണ്ടുപോവുക, അതൊക്കെയാണ് ഒരു നല്ലൊരു ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുന്നതാവാം. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ കോംപ്രമൈസിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോംപ്രമൈസ് കിട്ടും എന്നതിനൊപ്പം വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, കൊടുക്കുന്ന ഇടം ശരിയാണോ എന്നൊക്കെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. നിങ്ങൾ കോംപ്രമൈസ് ചെയ്തോളൂ, കൊടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിവാർഡ് അതൊക്കെ ഓക്കെ, അതെല്ലാം ശരിയാണ്. പക്ഷേ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആ കോംപ്രമൈസ് ചെയ്യുന്നത് ശരിയായ ഇടങ്ങളിലാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് വളരെ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിരിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇങ്ങോട്ട് കിട്ടുന്നതിനനുസരിച്ചുള്ളൊരു തുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു പാരിതോഷികം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ റിവാർഡഡ് ആവുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കാൻ ശ്രമിക്കണം. കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ എഫേർട്ടാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ കൊടുക്കുന്നത് ശരിയായ ഇടങ്ങളിലാണോ നോക്കുക, അതുപോലെ കൊടുക്കുകയും ചെയ്യണം. അതാണ് കോംപ്രമൈസിൻ്റെ കാർഡ് പറയുന്നത്. ബോട്ടം വരുന്നത് ഹാർമണിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്ന് ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. കുടുംബത്തിൻ്റെതായ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടാവും. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചൊരു യാത്ര പോവുക, അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഹാർമണി. വളരെ ഹാപ്പി ആയിട്ട് കുടുംബത്തോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ ദിവസം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് നോക്കാം. ചാടിപ്പോയല്ലോ. ഏഞ്ചൽസിന് എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചോദ്യമാണോ മനസ്സിൽ വിചാരിച്ച് അതിന് കിട്ടുന്ന ആൻസർ ഇൻ ദ നിയർ ഫ്യൂച്ചർ, വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നതാണ്. അടുത്തത് ഫൊർഗീവ്നെസ് ആണ്. അപ്പോൾ ഇവിടെ കുറേ കാർഡുകൾ വന്നല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫൊർഗീവ്നെസ് കൊടുക്കാനാണ്. നെക്സ്റ്റ് ഇംപ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആരും ഉണ്ട്, 2 ദിവസം കൊണ്ട് നമുക്ക് ഇംപ്രൂവിങ് ഹെൽത്തിൻ്റെ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പ്രഷർ ഇച്ചിരി കൂടുതലായിരുന്നു. ഷുഗർ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഷുഗർ എനിക്ക് നോർമലായിരുന്നു, പക്ഷേ പ്രഷർ ഇച്ചിരി ഹൈ ആണ്. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും. എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ യു ആർ റെഡി. നിങ്ങൾ യൂണിവേഴ്സ് തരുന്ന എന്തായാലും എന്ത് റിവാർഡ് ആയാലും പ്രശ്നമായാലും പരിഹാരമായാലും അതിന് നിങ്ങൾ റെഡിയാണ്. നിങ്ങളായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ യൂണിവേഴ്സിന് സപ്പോർട്ട് വേണമെങ്കിൽ തേടുക. അത് മറ്റുള്ള ആളുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങളായിട്ട് തന്നെ പൊക്കോളാനാണ് പറയുന്നത്. യു ആർ റെഡി. നിങ്ങൾ എന്ത് സ്വീകരിക്കാൻ റെഡിയായിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശമെന്നോ, നിങ്ങളുടെ ലവ് ലൈഫിന് യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സന്ദേശമാണ് കേട്ടോ. യൂണിവേഴ്സ് പറയുവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതാണോ, നല്ല രീതിയിലാണോ പോകുന്നത് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. റെഡ് ഫ്ലാഗ്സും എല്ലാം കാണുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് സോൾമേറ്റ്. യെസ്, ദിസ് ഇസ് യുവർ സോൾമേറ്റ്. ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. വെഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ ഇന്ന് കല്യാണം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കല്യാണത്തിലേക്ക് നീണ്ടു പോകുന്നുണ്ടെന്നാണ് കേട്ടോ. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് ബോട്ടം വന്നിരിക്കുന്നത്. യു ഹാവ് നോട്ട് ഈച്ച് അതർ ബിഫോർ. അപ്പോൾ ഓഫ് കോഴ്സ് ഈ റിലേഷൻഷിപ്പ് റീഡിങ് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് മിക്ക ആളുകളുടെയും റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള
കാര്യമാണെന്ന് തോന്നുന്നു. പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ സോൾമേറ്റ് ആണെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും നമുക്ക് സോൾമേറ്റിൻ്റെ കാർഡും പാസ്റ്റ് ലൈഫിൻ്റെ കാർഡും കിട്ടാറുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ലവ് ഓറക്കിൾ വായിക്കുന്നത് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.